ഡോക്ടർ ആഷിഖ് കുറേ ആയല്ലോ കണ്ടിട്ട്, എന്താണ് വിശേഷം? നമ്മളെന്താ പറയുക, ഡോപ്പയിൽ അഡ്മിഷൻസിൻ്റെ തിരക്കായിരുന്നു. ഈ വർഷത്തെ 2023 നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വന്ന് അപ്പോൾ അതിനുള്ള ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആയിരുന്നു കുറേ അധികം. അപ്പോൾ അത് കാരണം നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് ചാനലിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് വീഡിയോ സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ സീരീസിൻ്റെ തുടക്കമാണ് ആക്ച്വലി അല്ലേ. ഈ വീഡിയോ സീരീസിൻ്റെ തുടക്കം ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2023 കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2022 കൊടുത്ത പല ഇൻസ്ട്രക്ഷൻസ് മാത്രമാവും ചിലപ്പോൾ അവരെ മുന്നിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. യൂട്യൂബിൽ അവസാനം കണ്ട കുറച്ച് വെപ്രാളങ്ങൾ സാധനങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ അധികം ആൾക്കാരൊക്കെ ഇപ്പോൾ അവസാനം ഇപ്പോൾ ക്രാഷൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ക്രാഷിൽ കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്താണോ അത് വെച്ചിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എന്താ പറയുക, നമ്മളൊരു ന്യൂ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ 2023 റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയല്ല പറയുക, 2023 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. എന്താ വെച്ചാൽ ഫ്രഷേഴ്സ്, റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റർ എന്നൊക്കെ. ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ജനറലി എന്താ വെച്ചാൽ എല്ലാവരും നീറ്റ് ആസ്പിരൻസ്, എല്ലാവരും ആസ്പിരൻസ് ആണ്. ഇതിപ്പോ നമ്മള് ചാനലിൽ ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്യണം. ചിലപ്പോൾ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ചെയ്യോ, സൂപ്പർ റിപ്പീറ്റേഴ്സിന് വേണ്ടി സ്പെഷ്യൽ. അപ്പൊ ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആയിട്ടുള്ള രൂപത്തിലാണ് ചെയ്യേണ്ടത്, തുടങ്ങേണ്ടത് രൂപത്തിലാണ് വിചാരിക്കുന്നത്. അതിന് സിമ്പിൾ ആയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് ജിമ്മിന്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഒരാള് ഒരു വർഷം ജിമ്മിൽ പോയി, പിന്നെ കുറച്ചു കാലം ജിമ്മിലൊന്നും പോയിട്ടില്ല, ആളുടെ മസിലൊക്കെ പോയി, ആള് വയറൊക്കെ ചാടി നിൽക്കുകയാണ്. ഇനി ഫസ്റ്റ് ഡേ ജിമ്മിൽ പോകുമ്പോൾ അന്നെടുത്ത 15 കിലോന്റെ ബാക്കി എടുത്താൽ വേണ്ടത് അല്ലല്ലോ. തുടങ്ങുന്ന ട്രെഡ്മില്ല് വെച്ചാണ് ഞങ്ങളൊക്കെ അന്ന് തുടങ്ങിയിരുന്നത്. അപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇതിപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും 2023 നീറ്റ് ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ആസ്പിരൻസ് ആണ്. ദർ ഇസ് നോ ഡിഫറൻസ്. നിങ്ങൾ ഒരു റിപ്പീറ്റർ ആണെന്നോ, സൂപ്പർ റിപ്പീറ്റർ ആണെന്നോ, ഫ്രഷർ ആണെന്നോ, +2 കുട്ടിയാണെന്നോ ഒരു ഡിഫറൻസും ഇല്ല. നിങ്ങൾ പ്രിപ്പയർ കിട്ടാൻ ഒരു വർക്കേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയല്ല. നമ്മൾ ആക്ച്വലി സിമ്പിൾ വഴിയാണ്. നമ്മൾ ഫസ്റ്റത്തെ ഈ വീഡിയോയിൽ തന്നെ ഇത് നമ്മളൊരു സീരീസിന്റെ തുടക്കമാണ്. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ വീഡിയോസ്, ഒരുപാട് സമയമൊന്നും കളയാതെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ തീരുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസിന്റെ സീക്വൻസ് ആയിട്ട് നമ്മൾ വരുന്നത്. സോ ഫസ്റ്റത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോണേ, എന്താണ് ഒരു കുട്ടി ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കുന്ന ഡോക്ടർ ആഷി, ഞാൻ ഡോക്ടർ ആഷിങ്ങനെ ചോദിക്കാം. ഒരു കുട്ടി നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചു കഴിഞ്ഞാലാണ് നീറ്റ് കിട്ടാന്ന് അറിയാം. ആ കുട്ടിക്ക് ഇനി ഒരു മിനിമം വേണ്ട കാര്യം എന്താ സ്റ്റാർട്ട് ചെയ്യാൻ? ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന സാധനത്തിൽ അത് നമ്മുടെ സക്സസിന്റെ ഹാഫാണ് കേട്ടോ. ടു സ്റ്റാർട്ട് എന്നുള്ളത് സക്സസിന്റെ ഹാഫ് ടു സ്റ്റാർട്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഹാഫ് നിർത്താതിരിക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് വെച്ചാൽ നിർത്താതിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഫസ്റ്റ് വേണ്ടത്. നമ്മുടെ മൈൻഡ് സെറ്റ് പക്ക സെറ്റാക്കണം, അവസാനം വരേക്കും നിൽക്കണം. ഇത് തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് കിട്ടും എന്നുള്ളതാണ് തെറ്റിദ്ധാരണ. ഡെഫിനറ്റ്ലി ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുട്ടികളുടെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ധാരണയാണ്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ 10ാം ക്ലാസ് നന്നായി പഠിച്ച് എനിക്ക് ഫുൾ A+ കിട്ടി, ഞാൻ +2 നന്നായി പഠിച്ച് +2 ഫുൾ A+ കിട്ടി, ബാച്ചിലർ ടോപ്പറാണ്, അതുകൊണ്ട് എനിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നീറ്റ് കിട്ടണം. അത് കിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് കിട്ടും, ഉറപ്പാണ്. ഇത് നിങ്ങൾ ബാച്ചിലർ ടോപ്പർ ആയതുകൊണ്ടോ ബാച്ചിൽ എങ്ങനെ ആയതുകൊണ്ടൊന്നല്ല, എല്ലാവർക്കും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും നീറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഒരു പുതിയ ലൈനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ടോപ്പർ ആയതുകൊണ്ടോ സാധനങ്ങൾ കൊണ്ടോ കിട്ടുന്നുള്ളതല്ല നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ജീവിതശൈലിയാണ്, ഒരു പേഴ്സണാലിറ്റിയാണ്. ആ സാധനം കീപ്പ് ചെയ്തിട്ട് അറ്റ് ദ എൻഡ് വരെ നിർത്താതെ പോകണം എന്നുള്ളതാണ്. സോ നിങ്ങൾ തുടങ്ങുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ ഫസ്റ്റത്തെ അഡ്വൈസ് ആണ്, ഒന്നാമത്തെ ഇൻസ്ട്രക്ഷനാണ് ടു ദ എൻഡ്. നീറ്റ് എക്സാമിന്റെ അന്ന് വരെ എപ്പോഴാണ് നമ്മൾ നീറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ എൻഡ്, അല്ലെങ്കിൽ എപ്പോൾ നിർത്താൻ പറ്റും? എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, നീറ്റ് എക്സാമിന്റെ ഒരു മാസം മുന്നേ യൂട്യൂബിൽ അടിയിൽ വന്ന് കമന്റ് ചെയ്യുമ്പോൾ ഇനി മുതൽ പ്രിപ്പയർ ചെയ്താൽ നീറ്റ് കിട്ടുമോ എന്നുള്ള കമന്റാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ പറയാനുള്ള നീറ്റ് എക്സാമിന്റെ അവസാനത്തെ ബബിൾ കറപ്പിച്ച് നിൽക്കുന്നത് വരെയാണ് നമ്മൾ ഡെഫിനറ്റ്ലി ആണ് നമ്മളെ പ്രിപ്പറേഷൻ തീരുന്നത്. അവസാനത്തെ 200ാമത്തെ ക്വസ്റ്റ്യനും കൂടി ബബിൾ ചെയ്തിട്ട് ആ OMR കേടുപാടുകളൊന്നും ഇല്ലാതെ ഇൻവിജിലേറ്റർ കയ്യിലേക്ക് കൊടുക്കുന്ന ആ ഒരു മൊമെന്റ്, നിങ്ങൾ അതാ സ്വപ്നം കണ്ടത്. അത്രയും ലോങ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോസസ്സാണ്. സിമ്പിൾ ഒരു സാധനമല്ല, ഒരു മാരത്തൺ ഓട്ടമാണ് അല്ലെ. ഒരു 40-50 കിലോമീറ്റർ ഒക്കെ റൺ ചെയ്യണ പോലത്തെ ഒരു സാധനമാണ്. 100-200 മീറ്റർ ഉണ്ട്. ക്രാഷൊക്കെ അങ്ങനെയാണ്, ഒരു 200 മീറ്റർ ഓട്ടം, ഒരൊറ്റ ഓട്ടത്തിന് ഓടി അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ക്രാഷ് കഴിഞ്ഞു. ഡെഫിനറ്റ്ലി പണ്ടെന്തെങ്കിലും കയ്യിലുള്ളവരാണ് അതിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൽ കാണാൻ പറ്റും. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഒരു മാരത്തൺ ഓട്ടം, കയ്യിലുള്ളവനും കയ്യിലില്ലാത്തവനൊക്കെ സ്ലോ പേസിൽ ഇങ്ങനെ ഒരേ ഡിസിപ്ലിനിൽ ഇങ്ങനെ ഓടി 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 തുടങ്ങി
അപ്പോൾ അതിൻ്റെ ഇടയിൽ പല സാധനങ്ങൾ വരും, വേർക്കും വെയിലും ഉള്ളും തളരും, പല സാധനങ്ങൾ വരും. ഇതിലൊന്നും വീഴാതെ അറ്റത്തെ അവസാനത്തെ പോയിന്റ്, ഫിനിഷ് പോയിന്റ് എന്ന് പറഞ്ഞതാണ് ലാസ്റ്റിലത്തെ ബബിൾ ചെയ്തിട്ട് കറക്റ്റ് 5/20 2023 നീറ്റ് ഓൾമോസ്റ്റ് ജൂലൈയിലായിരിക്കും, ജൂലൈയിലേക്കായിരിക്കും, ജൂൺ ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. സോ അതിലേക്ക് നമ്മൾ ആ പേപ്പർ ആ ദിവസം ഒരു ഞായറാഴ്ച ആയിരിക്കും, ആ ഞായറാഴ്ച വൈകുന്നേരം 5:30 5:20 ഈ പേപ്പർ അങ്ങോട്ട് തിരിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ വിജയശ്രീ ലാലിതിനായിട്ട് നിൽക്കണം. അത് മാത്രം സ്വപ്നം കാണാം. അവിടെ പ്രിപ്പറേഷൻ്റെ തുടക്കമാണിത്. അപ്പോൾ ഡോക്ടർ ആഷിക്ക് നമ്മളോട് പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് ഉണ്ട്, നിങ്ങൾ +2 ടോപ്പർ ആവട്ടെ, +2 എത്ര ആവട്ടെ, ഡ്രോപ്പറോ റിപ്പീറ്ററോ എന്തോ ആവട്ടെ, നിങ്ങൾ നീറ്റ് ആസ്പിരന്റ് ആണ്, നിങ്ങൾ ചെയ്യേണ്ട വർക്കിന് ഒരു പാറ്റേൺ ഉണ്ട്. അതിന് നിങ്ങളെല്ലാവരും ഒരു ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് പ്രത്യേക ഒരു ഇൻസ്ട്രക്ഷനിലോട് കൂടി തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്ന വീഡിയോയുടെ തുടക്കമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെയാണ് ഓർത്തിരിക്കുക. ഞാനിത് നിർത്തില്ല, ഞാൻ അവസാന പോയിന്റ് വരെ നിൽക്കുന്നുള്ള ഒരു ഉറപ്പിച്ചേക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സീരീസിൽ കൂടുതൽ അറിയേണ്ടതെന്നുള്ള കാര്യം ഈ വീഡിയോൻ്റെ താഴെ വരിക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പുതിയ വീഡിയോസ് നമ്മൾ ഈ സീരീസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. ആൻഡ് വിൽ മീറ്റ് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.